ടക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ചുരിദാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബാക്കിൽ ചുളിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുന്നെങ്കിലോ അല്ലെങ്കിൽ ഷേപ്പില്ലാതെ കൂർത്ത് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ടക്കിലെന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ടക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്തിനാണ് ടക്ക് കൊടുക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ബസ്റ്റും വേസ്റ്റും ഹിപ്പും ഇതിൽ പൊതുവെ വേസ്റ്റായിരിക്കും വണ്ണം കുറവ്. ചിലർക്ക് സെയിം ആയിട്ട് വരുന്നവരുണ്ടാവാം, കൂടുതലും പേർക്കും വേസ്റ്റായിരിക്കും കുറവ്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിനെ നമ്മൾ ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വേസ്റ്റിൻ്റെ അവിടെ നമ്മുടെ ബസ്റ്റിൻ്റെ ഷേപ്പ് കാരണം ബാക്കിൽ കുർത്തിയുടെ ബാക്കിൽ തുണി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ ടക്ക് കൊടുക്കുക. ഇപ്പോൾ നമുക്കറിയാം ബ്ലൗസിലൊക്കെ നമ്മൾ ടക്ക് കൊടുക്കും അല്ലേ, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കുർത്തിയുടെ ബാക്കിൽ ഇതേപോലെ ടക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ആദ്യം അതിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ടു പോയിൻ്റ് എന്നുള്ള മാർക്കിങ്, അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിൻ്റ് വരെയുള്ള ആ മാർക്കിംഗ് ഉണ്ടല്ലോ, ആ അളവ് ഒരു ഏകദേശം 7 ഇഞ്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5. ആ സെൻറ്ററിൽ നിന്നും വലത്തോട്ടും ഇടത്തോട്ടും ആയിട്ട് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ കുർത്തി മടക്കുമ്പോൾ ആ സെൻറ്റർ കിട്ടുമല്ലോ, ആ സെൻറ്ററിൽ നിന്ന് 3.5 അപ്പുറത്തേക്കും 3.5 ഇപ്പുറത്തേക്കും അങ്ങനെ മാർക്ക് ചെയ്ത് ഒരു പോയിൻ്റ് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ലെങ്ത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ പോയിൻ്റ് വരെയുള്ള ആ ലെങ്ത് ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട മെഷർമെൻറ്റ്. ഷോൾഡറിൽ നിന്ന് പോയിൻ്റ് വരെയുള്ള ആ മാർക്കിംഗ് എടുത്തിട്ട് അവിടെ നിന്ന് സെൻറ്റർ വരെ, എന്നിട്ട് അതെത്രയാണോ വ്യത്യാസം, ഇവിടെ ഒരു 3 ഇഞ്ചോളം വരുന്നുണ്ട്, അതേ 3 ഇഞ്ച് താഴത്തേക്കും ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടക്കിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 6 ഇഞ്ചായി. മനസ്സിലായല്ലോ അല്ലേ? 3.5 ടക്ക് തമ്മിലുള്ള വ്യത്യാസവും 6 ടക്കിൻ്റെ ഇറക്കമായിട്ട് വരും. ഈ സൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി ഹൈറ്റ് കുറവുള്ള ഒരാളുടെ മെഷർമെൻറ്റാണ്. ഇത്തിരി കൂടെ ഹൈറ്റൊക്കെ ഉള്ള ആൾക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ മാർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം ഈ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു 1/2 ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് നമ്മൾ ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കുക. ഇങ്ങനെ മാർക്കിംഗ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമല്ല, നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാർക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ എന്നിട്ട് സെൻറ്ററിലും എത്രയാണോ നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ആണെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നുള്ളതാണ് അതിനകത്തെ മെയിൻ കാര്യം. നമുക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള കണ്ടൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻ്റായിട്ടും കൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തെടുത്തു നിന്ന് 1/2 ഇഞ്ച് ആ ഗ്യാപ്പില്ലേ, അവിടെ വരേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ച് വരിക. അതായത് വി പോലെ ഇങ്ങനെ അടിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു കൊണ്ട് വന്നിട്ട് ഈ 1/2 ഇഞ്ച് തൊട്ട് നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തല്ലോ, അവിടം വരേക്കും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യല്ല, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് നമ്മൾ കർവായിട്ട് ഷേപ്പായിട്ട് ഈ സെൻറ്റർ വരെ എത്തിയിട്ട് അവിടുന്ന് നമ്മൾ ഈ താഴെ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടം വരേക്കും ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് താഴേക്കുള്ള 1/2 ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും കൂടെ അങ്ങനെ തയ്ച്ച് കാണിക്കാം. ഒന്നുകൂടെ പറയാം, ആ സ്റ്റാർട്ട് ചെയ്ത 1/2 ഇഞ്ച് വരേക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ തയ്ച്ച് കൊടുക്കുക. അതിന് ശേഷം ആ 1/2 ഇഞ്ചിൽ നിന്ന് സെൻറ്ററിലേക്ക് ചരിച്ച് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക, തയ്ച്ച് കൊടുക്കുക. അവിടുന്ന് വീണ്ടും താഴേക്ക് ആ 1/2 ഇഞ്ച് വരെ ഉള്ളിടത്തോട്ട് ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ആ 1/2 ഇഞ്ചിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് കൊടുക്കുക. പറയുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടൊന്നുമില്ല ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ തേക്കുന്ന കാര്യം മറന്നു പോകരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ആ കൂർത്ത എഫക്റ്റ് ഇല്ലേ, അത് മാറിക്കിട്ടും, കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളുടെ മെഷർമെൻറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക അല്ല മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പോയിൻ്റ് ടു പോയിൻ്റ് എന്നുള്ള മാർക്ക് എന്ന് പറയുന്നത് 4 ഇഞ്ച്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഏകദേശം 1.5 ഇഞ്ച് ഞാൻ ആ ഹിപ്പ് ലൈനിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ആ ഷേപ്പ് വരെയുള്ള ആ ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് അതേ ഗ്യാപ്പ് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയിൻറ്റിൻ്റെ മാർക്കിംഗ് അല്ലേ ചെയ്ത് കൊടുത്തത്, അതിന് പകരം
ഇവിടുന്ന് ഞാൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഹിപ്പ് ലൈനില്ലേ, ആ ഹിപ്പ് ലൈനിൽ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ വേസ്റ്റ് ലൈനിൽ നിന്ന് അതെത്രയാണ് ഗ്യാപ്പെന്ന് നോക്കിയിട്ട് അതേ ഗ്യാപ്പ് ഞാൻ മുകളിലേക്കും കൊടുക്കുക. ഈ സ്കെയിലൊക്കെ ഇട്ട് കുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മാർക്കിങ് ബാക്ക് സൈഡിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ട്രേസിങ് വീല് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഈ പറയുന്ന പോലെ തന്നെ ഉള്ളൂ. അപ്പോൾ ഹൈറ്റ് ഉള്ള ഒരാൾക്കാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ മെത്തേഡ് ഫോളോ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ പോയിൻറ്റിൽ നിന്നും എടുത്ത്, പക്ഷെ അപ്പോൾ ടക്ക് വളരെ ചെറുതായി പോകും. അപ്പോൾ ആ ഹിപ്പിലേക്ക് അത്രയും ഡെപ്തിൽ നമുക്ക് ഷേപ്പ് കിട്ടാതെ വരും. കറക്റ്റ് ആ വേസ്റ്റിൽ ആ ഷേപ്പ് നിന്നിട്ട് അപ്പോൾ അതും ഒരു വൃത്തികേടായിട്ട് തോന്നും. അതിനേക്കാളും നല്ലത് ഇത്തിരി ഹൈറ്റുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.